الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين صدق الله العلي العظيم. അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികൾ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിക്കുകയും തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗത്തിൽ തന്നെയുള്ള മഹോന്നതമായ പദവി നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിലേക്കാണ് നമ്മൾ അടുത്തുകൊണ്ട് ഇരിക്കുന്നത്. ഇത്തരം സന്ദർഭത്തിൽ ലോകത്തുടനീളം വിശ്വാസികൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് സുപരിചിതമാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ റജബൻ വ ശഅബാൻ വബല്ലിഗ്നാ റമദാൻ. അതില് ശഅബാൻ ഇപ്പോ റജബ് മാസം കഴിഞ്ഞു, ശഅബാനിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പം ഇത്തരം സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് പല തരത്തിലുള്ള മരണവും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഉള്ളവന്റെ തന്നെ ഒരമ്മാവന്റെ ഭാര്യ മരിച്ച് ഒരു 10-11 മണിയോടുകൂടി ഖബറടക്കം കഴിഞ്ഞു. ആരോഗ്യത്തോടുകൂടി കഴിഞ്ഞ ആഴ്ച കണ്ടതായിരുന്നു, ഒന്നിച്ച് ഫോട്ടോ ഒക്കെ എടുത്തതായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏത് സമയത്തും യാത്ര പറയാം. വളരെ അർത്ഥവത്താണ് ആ പ്രാർത്ഥന. മരണത്തെക്കുറിച്ച് ബോധമുള്ളവർക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവുകയും, ഇത്ര പെട്ടെന്നാണ് മരണം. രാവിലെ വളരെ സുന്ദരമായി എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത മനുഷ്യൻ വൈകുന്നേരത്തോടുകൂടി ഖബറടക്കപ്പെടുന്ന കാഴ്ച. ഇങ്ങനെ ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. പഠിച്ച തമ്പുരാനെ, അത് ഈ റമദാനിന് മുമ്പാവരുതേ, ഈ റമദാനിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് മനസ്സിന്റെ അഗാധതയിൽ നിന്ന് ഉള്ളറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ യഥാർത്ഥ സത്യവിശ്വാസികൾക്ക് മാത്രമേ സാധിക്കൂ. പൂർണ്ണമായി അള്ളാഹുവിന് സമർപ്പിതനാവാത്ത ഒരുപാട് വിശ്വാസികൾ ഭൂമുഖത്തുണ്ട്. അത് ജൂതന്മാർക്കും ഇടയിലും ക്രിസ്ത്യാനികൾക്കിടയിലും മുസ്ലിം സമുദായത്തിനകത്തും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും യഥാർത്ഥത്തില്
പൂർണ്ണത വരുത്താത്ത ആളുകൾ. പൂർണ്ണത വരുത്താത്തത് ഒന്നിനും അല്ലാഹുവിങ്കൽ സ്വീകാര്യമല്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ പരിശുദ്ധനാണ്. ദഖുലു ഫിസ്സിൽമി കാഫ, നിങ്ങൾ പൂർണ്ണമായി അള്ളാഹുവിനെ വിധേയപ്പെടണം. ഇസ്ലാം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശുദ്ധിയാക്കണം. ശുദ്ധിയാക്കുമ്പോൾ എന്തോ ഒന്ന് ബാക്കി വെച്ച് ശുദ്ധിയാക്കിയാൽ അതിന് ഇഹ്സാനിലേക്ക്, അത് ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തുകയില്ല. മുഹ്സിനീങ്ങളുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന. ഹസനത്ത് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്, ദുനിയാവിലെ ഹസനത്ത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് റബ്ബ് സുബ്ഹാനഹു തആല എല്ലാ കർമ്മങ്ങളും വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ശക്തമായ ഈമാനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിലും അവന്റെ കിതാബിലും ഗ്രന്ഥത്തിലും പരലോകത്തിലും മലക്കുകളിലും അതേപോലെ ഖൈറു ശർറിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ട്, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് കടന്നു വരലാണ് ഇസ്ലാം. ഷഹാദത്തുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശുദ്ധീകരണ പ്രക്രിയ. ഈ ഭൂമുഖത്തെ സകല ഇലാഹുകളിൽ നിന്നും വിമോചിപ്പിച്ച് അള്ളാഹുവിലേക്ക് കേന്ദ്രീകരിക്കുക. ലാ ഇലാഹ, എല്ലാ ഇലാഹുകളും, ഒരു ഇലാഹുമില്ല ഇല്ലല്ലാഹ്, അള്ളാഹു. അതാണ് സത്യം, അതാണ് വലിയ സത്യം. നമ്മളത് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം. ആ സത്യത്തിലേക്ക് ഈ സമൂഹത്തെയും ജനതയെയും സകലതിനെയും കൊണ്ടുവരിക എന്നതാണ് ഷഹാദത്തുൽ ഹക്ക് എന്ന് പറഞ്ഞ ശുദ്ധീകരണ പ്രക്രിയയാണ്. അതിൽ പങ്കാളിയാവാത്തവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല. അതുകൊണ്ടാണ് ഷഹാദത്തുൽ ഹക്ക് ഒന്നാമത് തന്നെ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമത് തന്നെ വെച്ചിരിക്കുന്നത്. അതിന് ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായ ശുദ്ധീകരണം ഉള്ളവനായിരിക്കണം. അതിനാണ് നമസ്കാരം എന്ന് പറയുന്നത്. നമസ്കാരം മനുഷ്യനെ നിരന്തരം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. 5 നേരം ശുദ്ധിയായി കൃത്യമായി ഒരാൾ കുളിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ വല്ല അഴുക്കുണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകൻ അത് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ന സ്വലാത്ത ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ മ്ലേച്ഛതയിൽ നിന്നും തിന്മകളിൽ നിന്നും മനുഷ്യനെ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യും. അപ്പോ ആ അർത്ഥത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയക്ക് നിന്നു കൊടുക്കണം. അതിൽ ഒരു അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ റസൂല് പറഞ്ഞു, മൻ തറക്ക സലാത്തിൽ ഹസരി ഫഖദ് ഹബിത അമലു. ഒരാൾ ഒരു അസർ നമസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ അമലുകളെ മുഴുവൻ തകർത്തു കളഞ്ഞു. അവൻ നാളെ പരലോകത്ത് എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യനായിട്ടാണ് വരിക എന്നാണ്. അമലുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അതിന് കാരണക്കാരായ സമൂഹത്തെ റസൂൽ ശപിച്ചത്. ആ ശാപം അവർ കേൾക്കുകയും ചെയ്തത്. ഏതാണ് ഈ റസൂൽ തായിഫിൽ നിന്ന് എറിഞ്ഞോടിച്ച ജനതയെ അവർക്കൊരു ശിക്ഷ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇല്ല, അരുതെന്ന് പറഞ്ഞ കാരുണ്യത്തിന്റെ നിറകുടമായ റസൂൽ തന്റെ ശുദ്ധീകരണ പ്രക്രിയയാകുന്ന നമസ്കാരത്തെ തൊട്ടുകളിച്ചപ്പോ അതിന് അല്ലാഹുവിനോട് പ്രതികരിക്കുകയും അത് അവർ കേൾക്കുകയും ചെയ്യുകയാണ്. അത്രയും ഗൗരവമുള്ളതാണ്. അപ്പോ നമസ്കാരം എന്ന് പറയുന്നത് കൃത്യപ്പെടുത്തണം. കുടുംബത്തിന്റെയും, നമ്മുടേത് മാത്രമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ജനതയുടെയും ഒക്കെ. അതാണ് ഇഖാമുസ്സലാത്ത് എന്ന് പറയുന്നത്. നമസ്കാരം ഇഖാമത്ത് ചെയ്യണം. അതിനെന്തൊക്കെ വേണം അതൊക്കെ ചെയ്ത് ശുദ്ധീകരണ പ്രക്രിയ. അതാണ് 5 നേരം ശുദ്ധീകരിച്ചു വിടുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും കുടുംബസമേതം വന്ന് ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് വിധേയപ്പെടുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സക്കാത്താണ്. സക്കാത്തിന്റെ വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണമെന്നാണ്. ശുദ്ധീകരണമാണ്. അത് ശുദ്ധീകാക്കാതെ നമസ്കാരത്തിന് യാതൊരു പ്രസക്തിയുമില്ല, ഇസ്ലാമിക പ്രവർത്തനത്തിനും യാതൊരു പ്രസക്തിയുമില്ല. കാരണം അയാള് സക്കാത്ത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രത്തിലും ഭക്ഷണത്തിലും പാർപ്പിടത്തിലും എല്ലാത്തിലും ഹറാമ് കലർന്നു. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, കടക്കാർക്ക് സക്കാത്തുണ്ടോ എന്ന്. ഇതൊക്കെ എവിടെ നിന്നാണ് ഇതൊക്കെ മറിച്ചിടപ്പെട്ടത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കടക്കാർക്ക് സക്കാത്തുണ്ടോ? കടമുള്ള ഒരാളാണ്, പിന്നെ അയാൾ സക്കാത്ത് കൊടുക്കണോ കൊടുക്കേണ്ടതില്ല എന്ന് എവിടെ നിന്നാണ് വന്നത് എന്നത് നമ്മൾ പരിശോധിക്കും. ഇസ്ലാമിനെ മൊത്തം മറിച്ചിട്ട കൂട്ടത്തിൽ മറിച്ചിട്ടതാണ്. ഏറ്റവും വലിയ കടം സക്കാത്താണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക ഭരണകൂടമുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ സ്വത്തും ബാക്കിയുണ്ട്, അയാൾക്ക് കടവുമുണ്ട് എങ്കിൽ ആദ്യം അന്വേഷിക്കുന്നത് സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടുണ്ടോ എന്നാണ്. ആ സക്കാത്ത് കൊടുത്ത് വീട്ടിയിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് എടുക്കുക ആദ്യം. അതങ്ങോട്ട് എടുത്തിട്ടാണ് ബാക്കി എല്ലാ ഇടപാടുകളും. ഇതെല്ലാവർക്കും അറിയണതാ, പക്ഷെ സമ്മതിച്ചു കൊടുക്കൂല. ഒരു മനുഷ്യൻ വന്നിട്ട് എനിക്കൊരുപാട് കടമുണ്ട്, സക്കാത്ത് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കടം തന്നെയാണ് ഏറ്റവും വലുത് എന്ന കോലത്തിൽ പറഞ്ഞു കൊടുക്കുന്ന, അതാണ് ജനങ്ങളെ ഇസ്ലാമിൽ തടയുന്നവരാണ് അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും. ഭൂരിപക്ഷ പണ്ഡിതനും തടയുമെന്നാ പറയുന്നത്.
അതോടുകൂടി മനുഷ്യൻ എന്തായി മാറി? നേരെ മറിച്ച് എന്താണ്, അയാൾ ആ ജക്കാത്ത് കൊടുക്കാൻ കണക്ക് കൂട്ടി അയാൾ കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ കടത്തിൽ നിന്ന് ഉൾപ്പെടെ അദ്ദേഹം രക്ഷപ്പെടാനുള്ള വഴിയാണ് എന്ത്? ജക്കാത്ത് എന്ന് പറയും. മാത്രമല്ല എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കാത്ത കാശ് കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അത് അയാളുടെ കടം വീട്ടാൻ പാടില്ല. ശുദ്ധീകരിച്ച കാശ് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ കടത്തിന്റെ ആളുകൾക്ക് കൊടുക്കേണ്ടത്. ശുദ്ധീകരിച്ച കാശ് കൊണ്ടാണ് അയാളുടെ അനന്തര സ്വത്ത് വീതിച്ചെടുക്കേണ്ടത്, അനന്ത അവകാശികൾ എടുക്കേണ്ടത്. 8 അവകാശികളുടെ വിഹിതം ആദ്യം തന്നെ വെച്ചു. വാത്തു ഹക്കഹു യൗമ ഹസാദിഹി, വിളവെടുപ്പ് ദിവസം തന്നെ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുത്ത് ശുദ്ധിയാക്കാൻ പറഞ്ഞ് ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് നോമ്പിലേക്ക് പോവേണ്ടത്. ഇത് എത്ര പേർക്ക് അറിയാം? അത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അവസാനം ചിന്തിക്കുക, അല്പമെങ്കിലും ചിന്തിക്കുന്നത് 27 കൊണ്ട് വരുമ്പോഴാണ് സക്കാത്തിന്റെ കാര്യം ചിന്തിക്കുന്നത്. ഇപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ട് അള്ളാഹുവിനെ അങ്ങോട്ട് സോപ്പിടാം, മയക്കിക്കളയാം എന്ന വിചാരമാണ് സാമ്പത്തിക മേഖലയിലൊക്കെ പൊച്ചു പുലർത്തുന്നത്. മുസ്ലിം സമുദായത്തിന്റെ വലിയ വിഭാഗം ആളുകൾ മൂപ്പരിങ്ങനെ കാലാകാലം എനിക്ക് സക്കാത്തില്ലാന്ന, അതൊരു പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയില്ല, അന്വേഷിക്കുന്നുമില്ല. നല്ല നേതാക്കന്മാരൊക്കെ ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തുണ്ട്. എന്താണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി? നമസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ അന്വേഷണം, ഉറപ്പും ഉത്ബോധനങ്ങളും ഒക്കെ വരുത്തുന്ന നേതാവ് പോലും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഈ കൊല്ലം വല്ല അപ്ഡേഷനും നടന്നിട്ടുണ്ടോ? സക്കാത്തിന്റെ പരിധിയിലേക്ക് നിങ്ങൾ 100% എത്തിക്കഴിഞ്ഞിട്ടുണ്ടോ? എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊടുത്തിട്ട് നിങ്ങളുടെ ബാക്കി പ്രവർത്തനം ഈ ഷഹാദത്തുല്ലക്കിന്റെ മാർഗത്തിലേക്ക് തരേണ്ടതുള്ളൂ. അല്ലാതെ നിങ്ങളുടെ ആ തരലിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം നിങ്ങൾ മുശ്രിക്കുകളുടെ കൂട്ടത്തിലാണ്. സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടായിട്ടും അത് കൊടുക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ എന്ന് പറഞ്ഞു കൊടുക്കുവാൻ തന്റെ ഇടമില്ല. കാരണം എന്താണ്? ഒരു പേടിയാണ്. ഈ വെള്ളപ്പള്ളി നടേശനെ പറ്റി പറഞ്ഞ മാതിരി മൂപ്പരെ പേരുദ്ധരിക്കാൻ തന്നെ പല ഈ കോൺഗ്രസിലുള്ള നേതാക്കന്മാർക്ക് പേടി, എന്തോ സംഭവിച്ചു പോവോ എന്നുള്ളൊരു പേടി പറഞ്ഞതുപോലെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വളരെ വൃത്തികെട്ട പേടിയുമായിട്ടാണ് പല പണ്ഡിതന്മാരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് ക്ലാസ് എടുക്കുമ്പോഴും സക്കാത്ത് വളരെ പരിമിതമായ രീതിയിലാണ് പരാമർശിക്കാൻ അവർക്ക് താല്പര്യമില്ല. അഥവാ താല്പര്യം എന്തുകൊണ്ടില്ല? ആളുകൾ കൊഴിഞ്ഞു പോകും. ആളുകൾ കൂടുതൽ ആളിത് കേൾക്കലാണ് അവരുടെയൊക്കെ പലരുടെയും മനസ്സെന്ന് പറയുന്നത്. ആളുകൾ കൊഴിഞ്ഞു പോയി. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം അങ്ങനെ ആളെ കൂട്ടുന്ന ആളാണെങ്കിൽ ഇത്ര ആളുണ്ടാകുമായിരുന്നു. എന്തേ ആളില്ലാതെ പോയത്? ഈ സത്യം പൂർണ്ണമായി പറഞ്ഞാൽ ആള് കുറയുമെന്ന് ഖുർആൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുറഞ്ഞ ആളുകളാണ് അള്ളാഹുവിന് വേണ്ടത്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടത്. അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് ഭയങ്കര രീതിയിൽ പ്രഭാഷകനായി സുഖിപ്പിച്ച് നടക്കാനല്ല ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതുകൊണ്ട് സത്യം തുറന്നു പറയണം, കുടുംബത്തോട് പറയണം. ആ അർത്ഥത്തിൽ സക്കാത്തിലൂടെ വേണം നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ. അത് കൊടുത്ത് ശുദ്ധിയായി എന്ന് ഉറപ്പുവരുത്തണം. നോക്കും നിങ്ങൾ, ഈ കൊല്ലം തികയണം എന്ന് പറഞ്ഞ് കൊല്ലം തികയുമ്പോ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കുക? എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടുന്നില്ല. കൊല്ലം തികഞ്ഞ മുതലിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് വരികയാണെങ്കിൽ ഇത് എന്നാ കൊല്ലം തികയുക? ഓരോ മാസമല്ലേ ശമ്പളം കിട്ടുന്നത്? ഈ മാസ ശമ്പളത്തിന് ഒരു കൊല്ലം തികയണമെങ്കിൽ അടുത്ത ഇതേ മാസം വരണം. പിന്നെ അടുത്ത മാസ ശമ്പളത്തിന് പിന്നെ അടുത്ത അതേ ആ മാസം വരണം. അടുത്ത മാസ ശമ്പളത്തിന് പിന്നെ അടുത്ത അതേ മാസം ശമ്പളം വരണം. ഈ കൊല്ലം തികയാം. മാത്രമല്ല, ഒരു പണ്ഡിതൻ ഈയിടെ എന്നോട് പറഞ്ഞു, അങ്ങനെ കൊല്ലം തികയാതെ സക്കാത്ത് കൊടുക്കാൻ പാടില്ല, കൊല്ലം തികഞ്ഞിട്ടേ സക്കാത്ത് കൊടുക്കാൻ പാടുള്ളൂ. എവിടുന്നാണ് ഇത് പഠിക്കുന്നത്? ഇത്ര വട്ടപൂജ്യം നാട്ടിൽ ഉടനീളം ക്ലാസ് എടുക്കുകയും എന്നിട്ട് ഇത്ര സക്കാത്തിന്റെ കാര്യത്തിൽ ഇത്ര സീറോ ആയി പോയത് എന്തുകൊണ്ടാ? അഡ്വാൻസ് ആയിട്ട് സക്കാത്ത് കൊടുക്കാറുണ്ട് സഹാബികൾ. അടുത്ത കൊല്ലത്തും കൂടെ സക്കാത്ത് ഇതാ എന്ന് പറഞ്ഞ് കൃഷിയിടത്തിലും അതുപോലുള്ള പല സംഗതി ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് കൊടുത്തിരുന്നു. അതതിന്റെ പുണ്യം നേരത്തെ തന്നെ ആർജിച്ചെടുക്കാൻ വേണ്ടി റസൂൽ സാഹിബ് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിവരമൊന്നും മൂപ്പരിക്കില്ല. അത് കൊല്ലം തികഞ്ഞാൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ സമയത്തല്ലേ കൊല്ലം തികയുക. അപ്പൊ അതുകൊണ്ട് ഇത് ആർക്കെങ്കിലും ശേഖരിക്കാൻ പറ്റുമോ എന്നൊരു ബുദ്ധി പോലും പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഇത് ഭൂരിപക്ഷ പണ്ഡിതന്മാർക്കാണ് വിധേയപ്പെട്ടത്. ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? ഇസ്ലാമിക ശരീഅത്തിന് യാതൊരു പ്രസക്തിയില്ല, അത് ഇന്ത്യയിൽ പറയാൻ പാടില്ല എന്നാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത്. അത് പിന്നെ എവിടെ പറയാനുള്ളത്? പരലോകത്ത് പറയാനുള്ളതാണ്. അതേപോലെ അല്ലാഹുവിന്റെ ഹക്കീമിയത്തും ഖിലാഫത്തും അതേപോലെ പൂർത്തീകരണമൊന്നും ഈ നാട്ടിൽ വേണ്ടതില്ല എന്നല്ലേ ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ ആ ഭൂരിപക്ഷ പണ്ഡിതൻ തന്നെയാണ് ഇതും പറയുന്നത്. പക്ഷെ ഈ കാര്യത്തിൽ നമുക്കൊരു വെളിവുണ്ടാവേണ്ടതുണ്ട്. ശുദ്ധീകരിക്കുന്നിടത്തേക്ക് വരണം. അതാണ് യാഥാർത്ഥ്യം. ആ ശുദ്ധീകരണത്തിലൂടെ മാത്രമേ പ്രാർത്ഥനയുള്ളൂ. നോമ്പിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമുള്ളൂ. എത്ര സാഹിബ് കമ്മിൻ സാഹിബ് എന്നൊരു പ്രയോഗമുണ്ട് റസൂലിന്. എത്ര നോമ്പുകാർ, ആ എത്ര നോമ്പുകാരുടെ കൂടെ പെടാതിരിക്കണമെങ്കിൽ എത്ര സുന്ദരമാണ് ഭാര്യയും ഭർത്താവും കൂടി ഇരുന്നിട്ട് ഒന്ന് ആലോചിക്കുക. എത്ര ഭാര്യ വരണില്ലെങ്കിലും ഭാര്യനെ കൂട്ടുക, അല്ലെങ്കിൽ ഭർത്താവ് വരുന്നെങ്കിൽ രണ്ടാളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരിപ്പിച്ചിട്ട് ഇരുന്നിട്ട് ഈ കൊല്ലത്തെ വരുമാനം ഏകദേശം കുറച്ച് കൂടുതൽ കൂട്ടാൻ നല്ലത്. അതാണ് ഇഹ്സാൻ. കുറച്ച് കൂടുതൽ കുറഞ്ഞു പോവണ്ട.
കുറഞ്ഞു പോവാത്ത എത്രയാണോ ആ സംഖ്യ കൂട്ടുക. നമ്മൾ എത്ര ലക്ഷങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെ ആ ലക്ഷങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് സക്കാത്ത്. ആ സക്കാത്ത് അവിടെ മാറ്റി വെക്കാൻ തീരുമാനിച്ചിട്ട് ഉള്ളത് എടുത്തു കൊടുക്കുകയും ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്തൊരു കൊല്ലമാകുമ്പോഴേക്കും അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് ഞാനത് തിന്ന് വീട്ടിയിരിക്കുമെന്ന് തീരുമാനിക്കുകയും ചെയ്തൊരുത്തൻ റമദാനിലേക്ക് പ്രവേശിക്കലും ഈ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരുത്തൻ റമദാനിലേക്ക് പ്രവേശിക്കുകയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരുത്തൻ ഏതാണ്? ദീനെ കളവാക്കിയവനവൻ. അഗതികളുടെ അനാഥരുടെ വിഹിതത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ അവന്റെ നമസ്കാരം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരത്തിന് ശേഷമാണ് നോമ്പ് പറയുന്നത്. നോമ്പ് വരുന്നതിന് ശേഷമാണ് അവന്റെ നാശമാണ് അവന്റെ നമസ്കാരത്തിന്. ജനങ്ങളുടെ പ്രാഥമികമായ ആവശ്യങ്ങൾക്ക് പോലും പരിഗണന കൊടുക്കാത്തവന്റെ ആ നമസ്കാരം അവന്റെ വൈലെന്ന ചെരുവാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടും ഈ മർമ്മപ്രധാനമായ കാര്യങ്ങൾ പിടികിട്ടാതെ പോകുന്നത് കൗതുകകരമാണ്. ഒരുപാട് സംഭവങ്ങളാണ്. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഇപ്പൊ ചെലവ് കഴിച്ചാണ് സക്കാത്ത്. ചെലവ് കഴിച്ചാൽ സക്കാത്ത് എങ്ങനെയാ അത് കണക്കാക്കാൻ കഴിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഒരു ഭരണകൂടത്തിന് ചെലവ് കഴിച്ച് സക്കാത്ത് കണക്കാക്കാൻ കഴിയില്ല. അങ്ങനെ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാരുടെ കൂടെ പോവാനും അനുവാദമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ശറഅ് വേണ്ടതില്ല, ഈ ഹാക്കിമിയത്ത് നടപ്പാക്കേണ്ടതില്ല, ഖിലാഫത്തിന് പണിയെടുക്കേണ്ടതില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ. ആ കൂട്ടത്തിൽ കുറെ ജനങ്ങളുണ്ടല്ലോ. ആ കൂട്ടത്തിൽ പോവാം. പക്ഷെ അതിൽ ഉത്തമമായത് എന്താണ്? ഏറ്റവും മണ്ണിൽ പണിയെടുക്കുന്ന താഴേക്കിടയിലുള്ള കർഷകനോട് പറഞ്ഞത് അത് എനിക്കും ബാധകമാണ്. ഞാനത് ഇന്ത്യയും മുകളിലാണ് നിൽക്കുന്നത്. മണ്ണിൽ ഒരുപാട് കിളച്ച് പണിയെടുത്ത് ബുദ്ധിമുട്ടിയിട്ടാണ് അവൻ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അവനോട് അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അങ്ങനെ കിളക്കുകയോ ഉയർത്തുകയോ ഒന്നും ചെയ്യാതെ കിട്ടുന്ന കാശ്, ശമ്പളം, അതിന് ഞാൻ അർഹനാവുകയാണ്. ഞാൻ അതിലേക്കാണ് ഖിയാസാക്കപ്പെടേണ്ടത്, ചേർക്കപ്പെടേണ്ടത് എന്ന ചിന്ത എന്തായിട്ടും തിരിയാതെ പോകുന്നുണ്ട് എങ്കിൽ അത് ഹിദായത്തുമായി ബന്ധപ്പെട്ടതാണ്. ഇത്തരം ആളുകൾ, ഞാൻ ഉദാഹരണങ്ങൾ പറയും, ഒരുപാട് കാര്യങ്ങൾ സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല അഭിപ്രായം, ഏറ്റവും നന്മയോട് അടുത്തിരിക്കുന്ന അഭിപ്രായം, നാളെ ഒരു പക്ഷെ എന്തായാലും കുടുങ്ങുകയില്ല എന്ന് ഉറപ്പിക്കാവുന്ന അഭിപ്രായം, അതാണ് നമ്മൾ എടുക്കേണ്ടത്. സാമ്പത്തിക ഇടപാടാണ് ഇത്. നമ്മുടെ ദിക്റും ദുആകളൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതൊക്കെ ഞാനും എന്റെ റബ്ബുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടാണ്. പക്ഷെ സക്കാത്ത് നഷ്ടപ്പെട്ടാൽ അത് ജനങ്ങളുടെ അവകാശമാണ്, അവരുടെ മുതലാണത്. അതുകൊണ്ട് അതിലേറ്റവും അവരോട് ചാഞ്ഞു നിൽക്കുന്ന നിലപാടിലേക്ക് വരാൻ പറയുമ്പോൾ അതിൽ വിശ്വാസം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന റമദാൻ എന്തായിരിക്കും അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരികളെ, പിശാചി സമ്മതിക്കുകയില്ല. സാമ്പത്തികം തന്നെയാണ് വിഷയം. മരണം വരെ ഒരുപാട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും മരണവേളയിൽ സക്കാത്ത് ഉൾപ്പെടെ സദക്ക ദാനധർമ്മങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു ആയത്താണ് നമുക്ക് സുപരിചിതമായ വിശുദ്ധ ഖുർആനിലെ ആയത്താണ് ഞാൻ നിങ്ങളോട് ഓതി കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും മിൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലേ വിശ്വാസികളുടെ നിങ്ങളെ സമ്പത്തും സന്താനങ്ങളും അള്ളാഹുവിന് സമർപ്പിതരാവും. സമ്പത്തും സന്താനങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇയാൾ ബാക്കി വെച്ചത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടാണ്? സന്താനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമ്പത്ത് ബാക്കി വെച്ചിരിക്കുന്നത്. അയാൾ അതാണ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഉണ്ടാക്കുന്ന സന്താനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിൽ സ്വന്തത്തെ മറന്നു പോവല്ലേ, നിർബന്ധമായ സ്വതക്ക ദാനധർമ്മങ്ങൾ കൊടുക്കാൻ വിട്ടുപോവല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഖാസിറൂൻ, എല്ലാം നഷ്ടപ്പെട്ട ഹതഭാഗ്യരിൽപ്പെട്ടു പോകും. ജയിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിന്റെ പരിധി നരകമാണ്. ഏറ്റവും വലിയ ഹുസ്റാൻ, അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന്. ആ നഷ്ടത്തിൽ അകപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ കുടുംബവും അതേപോലെ സമ്പത്തുമൊക്കെ അത് കൃത്യമായ രീതിയിലേക്കല്ല നിർത്തിയതെങ്കിൽ എന്നാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തിനാണ്? വഅൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്കൂ. എന്നിട്ട് എന്താണ്? മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. ഒരുത്തന് മരണമാസന്നമാകുന്നതിന് മുമ്പ് കൊടുക്കാനുള്ളത് കൊടുത്ത ഇടപാടുകൾ തീർക്കണം. അതാണ് കടക്കാർക്ക് റസൂല് മയ്യിത്ത് നമസ്കരിക്കാറില്ല. കടം ഒരു വലിയ വിഷയമാണ്. കൊടുക്കാനുള്ളത് കൊടുത്ത്, നമ്മൾ തന്നെ അറിയില്ല, നമ്മൾ കൊടുക്കാനുള്ള ഇടപാട് എഴുതി വെച്ചിട്ടില്ല, കൊടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടില്ല, മൂപ്പര് പെട്ടെന്ന് വേദനയിലേക്ക് മരിച്ചു. അത് ചെറിയ സംഖ്യയൊന്നുമല്ല, വലിയ സംഖ്യയാണ്. അയാൾക്ക് അത് കിട്ടിയേ പറ്റൂ. കിട്ടിയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും മനുഷ്യൻ ചെയ്തത് അവനോടും പറഞ്ഞിട്ടില്ല, ഇവനോടും പറഞ്ഞിട്ടില്ല, അവർക്ക് ആർക്കും അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ വൈകുന്നേരം കാശ് വാങ്ങിയതാണ്. ആ കാശ് ഇനി എവിടെ ചോദിക്കും? മക്കളോട് ചോദിച്ചത് പോയി പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇയാളുടെ ബാപ്പന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് നടക്കുക. മരിച്ചപ്പോയേക്കും പൈസ ചോദിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയില്ലേ? അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തും. കുറെ കാലം കഴിഞ്ഞിട്ട് വന്നാൽ പോലും അത് പിന്നെ തെളിയിക്കാൻ പറ്റും. ഇതുവരെ നിങ്ങൾ എവിടെയിരുന്നു?
എന്ന് ചോദിക്കൂലേ? മനുഷ്യൻ വേദനിക്കും. അതുകൊണ്ട് ഇടപാട് ക്ലിയർ ആക്കാത്തവൻ 3 വട്ടം ഷഹീദായാലും അവന്റെ അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. രക്തസാക്ഷ്യം പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. കാരണം എന്താണ്? അത് ഇവന്റെ ഇടപാടാണ്. ഇവൻ വേദനിച്ചിട്ടുണ്ട്. ഇവൻ പൊരുത്തപ്പെട്ടു കൊടുത്താലും ഹക്കിടപാട് വീട്ടണം. പൊരുത്തപ്പെട്ടു കൊടുത്താൽ ഒരു പക്ഷേ അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുത്തേക്കും, അയാൾ ആ മനസ്സറിഞ്ഞ്. പക്ഷെ നിർബന്ധിതമായ പൊരുത്തപ്പെടലിന് എന്തർത്ഥമായിരിക്കും? വേറെ വഴിയൊന്നുമില്ലല്ലോ ഇയാൾക്ക് ഇനി പൊരുത്തപ്പെട്ട് കൊടുക്കല്ലാതെ. ആ പൊരുത്തപ്പെടിക്കലാണോ നമ്മൾ നോക്കി നിൽക്കേണ്ടത്? അങ്ങനെ നിന്നു കൊടുക്കരുത്. അതുകൊണ്ട് അതിലേറ്റവും വലിയ ഇടപാടാണ്, പണ്ഡിതന്മാർ ഐക്യകണ്ഠേന പറയുന്ന ഏറ്റവും വലിയ ഇടപാടാണ് സക്കാത്തിന്റെ വിഹിതം. പാവങ്ങളുടെ, അഗതികളുടെ, അനാഥകളുടെ വിഹിതം എന്ന് പറയുന്നത്. അത് കൊടുക്കാതെ മരണമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കാരണം സദക്ക എന്ന് പറയുന്നത് നിർബന്ധമായ ദാനങ്ങൾ, നിർബന്ധമായ സദക്കകൾ. ആ നിർബന്ധമായ സദക്ക കൊടുത്തിട്ട് ഐച്ഛികമായ സദക്കകൾക്ക് പ്രസക്തിയുള്ളൂ. അതിൽപ്പെട്ടതാണ് സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് അതിൽപ്പെട്ടതാണ്. ആ സക്കാത്ത് എങ്ങാനും കൊടുക്കാതെ അയാൾ എന്ത് സദക്ക ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തിടപാടുകൾ അയാൾ നടത്തിയിട്ടുണ്ടെങ്കിലും, അങ്ങനെ എങ്ങാനും അയാൾ മരണമുഖത്ത് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഒരുവന് മരണമാസന്നമാവുകയും അവൻ നാഥാ എനിക്ക് അല്പമെങ്കിലും ആയുസ് നീട്ടിത്തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുക, നീട്ടിത്തരണമേ എന്ന്, ഞാൻ സമ്പത്ത് ചെലവഴിക്കട്ടെ എന്നാ പറയും. ഞാൻ സമ്പത്തൊന്ന് ചെലവഴിക്കട്ടെ, അതിന്റെ കൃത്യമായ സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി ഞാനൊന്ന് ചെലവഴിക്കട്ടെ എന്നവൻ പറയും. എന്നിട്ട് ആ കൂട്ടത്തിൽ സമ്പത്ത് കൃത്യമായി ചെലവഴിച്ച് സക്കാത്ത് നടപ്പാക്കി ശുദ്ധീകരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ കൂട്ടത്തിൽ, ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമൂഹത്തിന്റെ കൂട്ടത്തിൽ ചെന്ന് ഞാൻ അവരുടെ കൂടെ ഒന്ന് ചേരട്ടെ എന്ന്, ചേർന്ന് പ്രവർത്തനങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് മനുഷ്യൻ പറഞ്ഞ് വിലപിക്കുകയും ചെയ്യും. മരണമുഖത്ത് വെച്ചിട്ടാണ്. പക്ഷേ അയാളുടെ അവസാനമായി ബാക്കി പിന്നെ ആരിന് ഏത് അമേരിക്കൻ ഹോസ്പിറ്റലിലാണെങ്കിലും യാതൊരു രക്ഷയില്ല. കഴിഞ്ഞു അയാളുടെ കഥ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹ വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. എന്നാൽ അല്ലാഹു യാതൊരുവനും അവന്റെ ജീവിതാവധി ആസന്നമായാൽ പിന്നെ ഒരു നിമിഷം പോലും നീട്ടിക്കൊടുക്കുകയില്ല. സമയമായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു രക്ഷയും ഇല്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പൈസ ഇങ്ങനെ കിട്ടുമ്പോൾ എന്തൊക്കെ ചെയ്തത്, ആർക്കൊക്കെ കൊടുത്തു, അതൊക്കെ കൊടുക്കാനുള്ളതൊക്കെ മൂപ്പര് കൊടുക്കാൻ തയ്യാറാണ്. അമ്മാക്കും ബാപ്പാക്കും അയൽവാസിക്കും കമ്മിറ്റിക്കും പാർട്ടിക്കും എല്ലാം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ ആ പൂർണ്ണമായ ആ സംഖ്യ എത്രയാണെന്ന് കണക്ക് വെക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. ഓരോ മാസം കിട്ടുന്നത് ശമ്പളമാണെങ്കിൽ, വരുമാനമാണെങ്കിൽ ഏകദേശം കണക്ക് കൂട്ടിയാൽ തന്നെ കിട്ടാവുന്നതാണ് 12 മാസത്തെ പൈസ എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ കണക്ക് കൂട്ടി അതൊരു ധാരണയോടുകൂടി നടക്കാൻ അവൻ സന്നദ്ധമാവാത്തത് കൊണ്ട് അവന് തിരിച്ചു വന്ന് ആ ഹക്കടപാട് വീട്ടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കുകയില്ല. നോക്കൂ നിങ്ങൾ, കൃഷിക്കാരൻ എത്രയാണ് അറിയാം നിസാബ്? ഒരു ഏതാനും ആടുകൾ ഉണ്ടെങ്കിൽ ഒരാടിന് സക്കാത്ത് കൊടുക്കണം. ആടിനൊക്കെ 10, 30, 40 ആടിനൊക്കെ വളർത്തുന്ന എത്ര പണിയുണ്ട്. അയാളോടാ പറഞ്ഞത്, അയാൾക്ക് ചെലവഴിക്കാണ്ടിരുന്നു, മക്കളിനായിരുന്നു, വാടക കൊടുക്കാണ്ടിരുന്നു പറയാൻ പറ്റില്ലല്ലോ. ഒരു പണ്ഡിതന് അനുവാദം നൽകുന്നില്ലല്ലോ. നിങ്ങൾ ഒരുപാട് ചിന്തിച്ച് കൊടുക്കാണ്ടിരിക്കാനാണോ ശ്രമിക്കേണ്ടത്? എങ്ങനെങ്കിലും പഴുതി വെച്ച് കൊടുക്കുകയല്ലേ വേണ്ടത്. ഇതെന്തുകൊണ്ട് മനസ്സിലാവാതെ പോകുന്നു? ഇത് ഹിദായത്തുമായി കണക്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സഹോദരികളെ ഗൗരവത്തോടു കൂടി ആലോചിക്കൂ. നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്നിട്ട് നോമ്പിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെയാ വേണ്ടത്. എന്നിട്ടാണ് റമദാനിലേക്ക് കടക്കേണ്ടത്. എത്ര ചെറിയ സംഖ്യയാണെങ്കിലും അത് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ, നിസാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? 1300 കിലോ അരി, നെല്ല്, 653 കിലോഗ്രാം അരി, അത് ഗോതമ്പ് അല്ലെങ്കിൽ അതുപോലെ ധാന്യങ്ങൾ, അല്ലെങ്കിൽ 595 ഗ്രാം വെള്ളി, ഇതൊക്കെ തന്നെയാണ് നിസാബ് എന്ന് പറയുന്നത്. റസൂലിന്റെ നിസാബ് അതാണ്. അതല്ല സൂക്ഷ്മത. റസൂൽ അത് നിസാബാക്കിയത് ഉറപ്പുള്ള കാര്യമാണ്. ഇതൊക്കെ തരം കാര്യങ്ങളൊക്കെ, ധാന്യങ്ങളൊക്കെ അത് വെച്ചുകൊണ്ട് കർഷകനോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും കർഷകർ അങ്ങനെ തന്നെയാണ് നിയമം. അത് ആർക്കും മാറ്റാൻ പറ്റിയിട്ടില്ല, ധൈര്യമില്ല മാറ്റാൻ. അതങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോയി കൊടുക്കലല്ലേ സൂക്ഷ്മത, തഖ്വ, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി മാറിയേക്കും എന്നാണ് എല്ലാ അമലുകളെ കൊണ്ടും അല്ലാഹു ഉദ്ദേശിക്കുന്നത്. തഖ്വയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള കൂടിയാലോചനയും തീരുമാനവും ശക്തമായ ഒരു കണക്കും ഒക്കെ, വ്യക്തമായ ഒരു കണക്കും എടുത്തിട്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളുടെ അവസ്ഥയും മരണമുഖത്ത് വെച്ചിട്ട് സക്കാത്തിന്റെ ബേക്കലിൽ വിലപിക്കേണ്ട ഗതികേട്, ദീനിനെ കളവാക്കിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോയതിന്റെ ദാരുണമായ അന്ത്യം. എത്ര വലിയ സജീവമായി രാപ്പകൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവനത് വന്ന് പതിക്കും. നേരെ മറിച്ച് സഹാബികൾ എങ്ങനെയായിരുന്നു? സഹാബികൾ ഇങ്ങനെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറയുമ്പോ അവരുടെ മനസ്സെന്താണ്? ആ മനസ്സിലേക്കാണ് നമ്മൾ വളർന്നു വരേണ്ടത്. ആ മനസ്സ് സക്കാത്തിലൂടെ തന്നെയാണ് കൊണ്ടുവരേണ്ടത്.
സക്കാത്തിന്റെ കാര്യത്തിൽ ആ മനസ്സില്ല, ബാക്കിയൊക്കെ ഉണ്ട് എന്ന് വന്നതുകൊണ്ട് ഫലമില്ല. സക്കാത്തിന്റെ കാര്യത്തിൽ തെറ്റായിരുന്നെങ്കിൽ അള്ളാഹുവോട് നമുക്ക് പറയാം, ഏറെ കൊടുത്തു പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് സദക്കയുടെ കൂട്ടത്തിൽ കൂട്ടണമേ. കൊടുക്കാതെ പോയാലോ? കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ ഏതാ സൂക്ഷ്മത? ഈ ഒരൊറ്റ അർത്ഥത്തിൽ ചിന്തിച്ചാൽ കിട്ടുമല്ലോ. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയാണ് സൂറത്തുൽ ഹദീദ്. ഹദീദ് എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു സൂറത്താണ്. നീതിക്ക് വേണ്ടിയിട്ട് ആയുധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പരക്കി തന്ന് വർത്താനം പറയുന്ന സൂറത്താണ്. ആ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുളായിഫു ലഹു വലഹു അജ്റുൻ കരീം. ഈ ആയത്തിറങ്ങിയ സമയത്ത് അള്ളാഹുവിന് വിശിഷ്ടമായ കടം കൊടുക്കുവാൻ ആരുണ്ട്? അത് പല മടങ്ങ് ഇരട്ടിയായിട്ട് എന്ത് ചെയ്യണം? വർദ്ധിപ്പിച്ച് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവന് ശ്രേഷ്ഠമായ പ്രതിഫലം അതിന് പുറമേ ഉണ്ട്. അത്ര ഈ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡെപ്പോസിറ്റ് ചെയ്യാൻ. ഇത് കേട്ടപ്പോ അബൂ ദഹ്ദാ റളിയല്ലാഹുവിനെ ഈ ആയത്ത് വല്ലാതെ സ്വാധീനിച്ചു. ഈ ആയത്തിറങ്ങി ചൂടോടുകൂടി പ്രവാചകൻ ഉദ്ധരിക്കാണ്. ആ സമയത്ത് മുമ്പിൽ ആര് ഇരിക്കുന്നുണ്ട്? ഈ അബൂ ദഹ്ദാ റളിയല്ലാഹു ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവാചകൻ, അള്ളാഹുന്റെ റസൂലെ, അള്ളാഹ് കടം ചോദിക്കോ? നമ്മളോട് കടം ചോദിക്കോ? അതേ ദഹ്ദാ ചോദിച്ചിരിക്കുന്നു അള്ളാഹു. അപ്പോഴാണ്, എങ്കിൽ റസൂലെ, അദ്ദേഹത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാല്ല അള്ളാന്റെ ചോദ്യത്തിന്. വേറെയുള്ള പല ആദ്യത്തിനും കൂടിയാലോചന വേണ്ടി വരും. പക്ഷെ പടച്ചോനൊരു കാര്യം പറഞ്ഞാൽ അതാണ് ഇസ്ലാം. അത് അദ്ദേഹം തെളിയിക്കുകയാണ്. നമ്മളിങ്ങനെ ആലോചിച്ച് നടക്കുകയാണ്. ആ മദ്ഹബിൽ ഇങ്ങനല്ലേ, ഈ മദ്ഹബിൽ ഇങ്ങനല്ലേ, മറ്റതിന് അങ്ങനെ കൊടുത്തൂടെ, വാടക കഴിച്ചിട്ട് പോരെ, മറ്റത് വാടക കൊടുക്കണത് എന്താവാ നല്ലത്? ശുദ്ധീകരിച്ച കാശ് കൊണ്ട് വാടക കൊടുക്കലല്ലേ നല്ലത്? ഇത് പറഞ്ഞു കൊടുക്കാൻ അതല്ലേ ഏറ്റവും ഉത്തമം? അതല്ലേ ഇതിനോട് ഏറ്റവും പാവങ്ങളോട് അടുത്തിരിക്കുന്നത്? ആ സക്കാത്തിന്റെ കാശും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് ശുദ്ധീകരിച്ചിട്ട് അതിന്റെ വാടക കൊടുത്തൂടെ എന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് വലിയ വിപുലമായ കാലഘട്ടം, മദീന കാലഘട്ടമൊക്കെ വരും, നമുക്കും വന്നേക്കും. ആ സമയത്ത് ഫത്വകളൊക്കെ തേടിപ്പോയി പരമാവധി നമുക്ക് ആളുകൾ ഒഴിവാക്കി ഒഴിവാവാം, അതിനൊക്കെ സാധ്യതയുണ്ട്. വിശേഷം ഇത് മദീന കാലഘട്ടമല്ലല്ലോ, ഇത് മക്ക കാലഘട്ടമാണല്ലേ നമ്മൾ വാദിക്കുന്നത്, ഇന്ത്യയുടെ സാഹചര്യം. അതുകൊണ്ട് ഈ സമയത്ത് എന്റെയും കൂടെ സക്കാത്ത് കൂട്ടി അത് എനിക്കും കടം പ്രയാസങ്ങൾ തീർക്കണം, ഈ സമൂഹത്തിന്റെയും പ്രയാസങ്ങൾ തീർക്കണം, അതിനെന്നെ പങ്കാളികളാക്കണം. അതുകൊണ്ട് ചെലവ് കഴിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. ഇതാ എനിക്ക് കിട്ടുന്നത് മുഴുവനും സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ നീങ്ങുന്നു എന്ന് വെക്കുന്നതിന് എന്താണ് തകരാറ് എന്ന് എങ്ങനെ ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതല്ലേ ഏറ്റവും നല്ല നിലപാട്. എന്നാൽ ഇദ്ദേഹത്തെ നോക്കൂ നിങ്ങൾ, ഇദ്ദേഹം പറയാണ്, റസൂല് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു 600 ഈത്തപ്പനകളുടെ ഒരു തോട്ടമുണ്ട്. 600 ഈത്ത, നമുക്കൊരു 19 തെങ്ങുണ്ടായ സ്ഥലം തന്നെ എത്ര വലുതാണ്. 600 ഈത്തപ്പനകളുള്ള ഒരു തോട്ടമുണ്ട് റസൂലെ എനിക്ക്, അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം, അത് ഞാനിതാ അങ്ങോട്ട് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. റസൂല് 2 കൈ നീട്ടിയത് വാങ്ങുക ചെയ്യുന്നത്. വാങ്ങാതെ ഇപ്പൊ അങ്ങനെ കൊടുക്കണ്ട, ഭാര്യനോടൊക്കെ ഒന്ന് ആലോചിച്ചോ, അതെല്ലാം കൂടി അങ്ങ് ചിന്തിച്ചിട്ട് മതി, ഇങ്ങനെ എടുത്തു ചാടണ്ടെന്ന് റസൂൽ അവിടെ പറഞ്ഞിട്ടില്ല. അത് വാങ്ങി വെക്കുക റസൂൽ ചെയ്തത്. അപ്പൊ കൊടുത്തത് തെറ്റായിരുന്നു. അപ്പൊ നോക്കൂ നിങ്ങൾ, അതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക ചെലവഴിക്കലിന്റെ മനസ്സ്. അതാ മനുഷ്യന് ബാക്കിയാവുകയാണ് ചെയ്യുന്നത്. അതാണ് സൂക്ഷ്മത. അയാൾക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു കൊടുത്ത് വിശാലമായ ഒരു ഹൃദയത്തിലേക്ക് കൊണ്ടുവരാതെ എത്ര ഖുർആൻ പഠിപ്പിച്ചാലും എത്ര ആയത്തുകൾ പഠിപ്പിച്ചാലും ശരിയാവുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് സാമ്പത്തികമായ ശുദ്ധീകരണത്തിലൂടെയാണ് മുമ്പിലേക്ക് കടക്കേണ്ടത്. ആ സാമ്പത്തികമായ ശുദ്ധീകരണം ചെലവഴിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം ആ 600 ഈത്തപ്പനകളുടെ തോട്ടത്തിലാണ് ഇന്ന് മസ്ജിദ് നബവിയൊക്കെ പല ഭാഗങ്ങളും കിടക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ചില ആളുകളുടെ ധാരണ ഉണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ കിട്ടുന്നതിനൊക്കെ ചെലവഴിച്ചാൽ അതൊക്കെ നഷ്ടമാണ്, അതൊന്നും ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എങ്കിൽ അത് വെറും പിശുക്കിനെയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വലാ യഹ്സബന്നല്ലദീന അല്ലാഹു സുബ്ഹാനഹു വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ പിശുക്ക് കാണിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാൻ പിശുക്ക് കാണിക്കുന്നവർ, ആ പിശുക്ക് തങ്ങൾക്ക് ഗുണകരമാണ് എന്ന് അവർ ഒരിക്കലും തോന്നിപ്പോവേണ്ടതില്ല, അവരങ്ങനെ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ അതാണ് ഖൈർ എന്ന് ആരെങ്കിലും വിചാരിക്കേണ്ടതില്ല. ബൽ ഹുവ ശർറുൽ ലഹും, അത് അവർക്ക് വലിയ നാശമാണ് അതുവഴി സംഭവിക്കുക, വളരെ ദോഷമാണ് അതുവഴി, അവർക്ക് ഷർറാണ് അവർക്ക് വരാൻ പോകുന്നത് എന്ന് പറയുകയും എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, വയുതഫഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ, തങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെയും അന്ത്യദിനത്തിൽ അവർക്ക് കണ്ടവളയമായി തീരും. അത് പെരടിയിൽ തൂക്കിടുന്ന വല്ലാത്തൊരവസ്ഥയായിരിക്കും. എങ്ങനെയാണത്
എന്തൊക്കെയായിരിക്കും ഭീകരമായ അവസ്ഥയാണ്, അതവർക്ക് കണ്ടവളയമായി തീരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങളൊന്നും സക്കാത്തിലേക്ക് ശക്തി പ്രാപിച്ച് റമദാന്റെ മുമ്പേ തന്നെ മത്സരിച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ സക്കാത്ത് ശേഖരിച്ച് അത് വലിയ സമ്പാദ്യമാക്കി മാറ്റി. അതെന്തായി മാറണം? സമ്പാദ്യമാക്കി വെക്കാനല്ല, അത് അർഹരായ ആളുകളെ തേടി പിടിച്ച് ഭൂമിയുടെ മുക്കുമൂലകളിൽ മുഴുവനും വിതരണം ചെയ്ത് അവസാനം ഈ രാജ്യത്തെ മുഴുവൻ ദാരിദ്ര്യം തുടച്ചു നീക്കി അടുത്ത സോമാലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് കടക്കുന്ന ഒരവസ്ഥ നിങ്ങൾ വരുത്തുന്നില്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. വലില്ലാഹി മീറാഫുസ് സമാവാതി വൽ അർദ് വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. വാനഭൂപങ്ങളുടെയും അന്തിമാവകാശം അല്ലാഹുവിന് മാത്രമാണ്. ഇതൊക്കെ ഇടിച്ചുടച്ചിട്ട് നിങ്ങളുടെ ഫ്ലാറ്റും വീടും വാടകയൊക്കെ കൂടി അടിച്ചുടച്ചിട്ടുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു വരവ് അള്ളാഹു നാളെ വരാനിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിന്റെതാണ് ഈ ആകാശവും ഉള്ളത് മുഴുവനും. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഈ സമ്പത്ത് ചെലവഴിക്കുന്നതിന്റെ കാര്യം പറഞ്ഞാണോ അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചെല്ലാം ആഴത്തിൽ അറിയുന്നവരാണ്. സഹോദരങ്ങളെ, ഗൗരവമുള്ള വിഷയം, ഗൗരവത്തോടു കൂടി തന്നെ മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത്. ഉസ്വാസിന് നിന്നു കൊടുക്കരുത് നമ്മൾ. ഉസ്വാസ് ഒരുപാടുണ്ട് സക്കാത്തിന്റെ കാര്യത്തിൽ. എന്നിട്ട് എങ്ങനെ പറഞ്ഞാലും നമുക്ക് മനസ്സിലാക്കി തരാൻ സത്യസന്ധമായി സമീപിക്കുന്ന വക്രതയുള്ളവർക്ക് മനസ്സിലായേക്കും. സത്യസന്ധമായി വക്രതയില്ലാതെ ചിന്തിക്കുമ്പോൾ റസൂലിന്റെ കാലത്തെ സക്കാത്തൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു നിലക്കും പിടുത്തം കിട്ടാത്ത രീതിയിലാണ് ഇന്ന് സക്കാത്തൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഗൗരവത്തോടു കൂടി കാര്യങ്ങളെ കണ്ട് അള്ളാഹുവിൽ അഭയം തേടിക്കൊണ്ട് അതിന് മുൻകൂട്ടി തന്നെ സക്കാത്തിന്റെ വിഹിതങ്ങളും ഹക്കടപാടുകളും ഒക്കെ തീർത്ത് അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആരെങ്കിലും ഒരുവൻ അവന്റെ സക്കാത്ത് വിഹിതത്തിലേക്ക് കടക്കുന്നുവെങ്കിൽ അവന്റെ സമ്പത്തിനെ അവൻ ഇരട്ടിപ്പിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത്. അവർക്ക് എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തീർത്തു കൊടുക്കുകയും അവന്റെ സകല ഇടപാടുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഏറ്റെടുത്ത് വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും രാജ്യത്തെയും ലോകക്രമത്തെയും അള്ളാഹു ഏറ്റെടുക്കുമെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഗ്ദാനം പ്രവാചക കാലഘട്ടത്തിൽ നടപ്പാക്കി കാണിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വിശാലമായ രീതിയിലുള്ള സക്കാത്ത് ശേഖരണത്തിലേക്ക് പള്ളിയും സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവരണം. സംഘടിതമായി തന്നെ അത് വിതരണം ചെയ്യുന്നിടത്തേക്ക് വരേണ്ടതുണ്ട്. ഒറ്റയ്ക്ക് കൊടുക്കുന്നത് സക്കാത്താവുകയില്ല, കൊടുത്താൽ അത് വീടുകയുമില്ല എന്ന് വ്യക്തമാണ്. കാരണം എന്റെ പൈസ അല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റൂ, സക്കാത്തിന്റെ പൈസ എന്റേതല്ല. റസൂൽ പോലും അത് സ്വന്തം വിതരണം ചെയ്യാൻ ധൈര്യം കാണിച്ചിട്ടില്ല, ഭയപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് അതിന്റെ കൂടിയാലോചനയിലൂടെ അർഹത തെളിയിച്ചാൽ അവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ 8 അവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവർക്ക് അത് അതിന്റെ സംഘടിത മുഅല്ലഫത്തുൽ ഖുലൂബ് എന്ന് പറയുന്ന പള്ളിയുമായിട്ടാണ്, അല്ലാതെ പീഡിയവുമായിട്ടോ കച്ചവട സ്ഥാപനങ്ങളുമായിട്ടോ നമ്മളെ വീടുമായിട്ടല്ല മുഅല്ലഫത്തുൽ ഖുലൂബ് വേണ്ടത്. അള്ളാഹുവിന്റെ ഭവനവും അള്ളാഹുവിന്റെ ഇസ്ലാമിക പ്രവർത്തനം അള്ളാഹുവിന്റെ ഇസ്ലാമികമായ സംവിധാനങ്ങളിലേക്കാണ് മുഅല്ലഫത്തുൽ ഖുലൂബ് വരേണ്ടത്. അത് സക്കാത്തിൽ ഒരു വിഹിതമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സംഘടിതമായ സക്കാത്ത് സംരംഭത്തെ കയ്യിലെടുത്തുകൊണ്ട് അതിനുവേണ്ടി ഇനിയുള്ള ആയുസിലെങ്കിലും എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് അള്ളാഹുവിനോട് കൈ നീട്ടിക്കൊണ്ട് ഈ റമദാനിലേക്കെങ്കിലും നമ്മൾ പ്രവേശിക്കാൻ സാധിച്ചാൽ അതാണ് വിമോചനത്തിന്റെ വഴി, സത്യത്തിന്റെ വഴി അതാണ്, ദീനിനെ സത്യപ്പെടുത്തുന്നതിന്റെ വഴി അതാണ്. മറിച്ചാണ് എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ദീനിനെ കളവാക്കിയവന്റെ നമസ്കാരമായി നമ്മളുടെയൊക്കെ പള്ളി മാറും. മാത്രമല്ല പല പള്ളികളുടെയും അവസ്ഥ നിങ്ങൾക്ക് കാണാൻ പരിതാപകരമാണ്. ഞാനൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ അവസ്ഥ, ഒരുപാട് ആളുകൾ ഇങ്ങനെ ആ റോട്ടുമേൽ ഇങ്ങനെ നിൽക്കുകയാണ് കൈ നീട്ടിക്കൊണ്ട്. അവരങ്ങനെ നമസ്കരിച്ച് രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കുമൊക്കെ നമസ്കരിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ വലിയ അതിസമ്പന്നരൊക്കെ ഒരേ ആ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നമ്മളൊക്കെ അറിയുന്നു. ഇവരെ അന്വേഷണമോ ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സക്കാത്ത് സംവിധാനമോ കൊടുക്കാതെ ദീനിനെ രാവും പകലും കളവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം ആളുകൾ വരുന്ന, അതും ജുമാ തുടങ്ങുമ്പോൾ ഒന്നും ആരും ഇല്ലാത്തൊരവസ്ഥ. ഞാനാണ് ഇന്ന് ആദ്യം വന്നത്, ഈ പള്ളിയിൽ ഞാനാണ് ആദ്യം വന്നത്. ആ ഒരവസ്ഥ വരെ ഉണ്ട്. പക്ഷെ അത് തുടരണം എന്നല്ല പറഞ്ഞത്, അത് മാറ്റാൻ നമ്മൾ ഓരോരുത്തരും കഴിയണ മാതിരി ശ്രമിക്കണം എന്നെ പറഞ്ഞുകൊണ്ട് തന്നെ പറയാം. എങ്കിൽ പോലും ഈ നമസ്കാരം 5 വക്തിനും ഇവിടെ നിറയാറുണ്ട്, 5 വക്തിനും പലപ്പോഴും നിറഞ്ഞ് പോവാറുണ്ട്.
അതോടൊപ്പം സക്കാത്ത് കോടികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന, കോടിക്കണക്കിന് രൂപയിലേക്ക് എത്തിക്കുകയും കൃത്യമായ ആളുകൾ അന്വേഷിച്ച് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പള്ളി, ആ പള്ളിയെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഗ്രാമാന്തര പ്രദേശങ്ങളിലൊക്കെയുള്ള പള്ളികളിലേക്ക് ഈ സന്ദേശവുമായി എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ദീനിനെ സത്യപ്പെടുത്തൽ. അങ്ങനെയുള്ള അതിന്റെ സക്കാത്തിന്റെ സംഘാടകരും വക്താക്കളുമായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ റമദാനിലേക്ക് പ്രവേശിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.